നമസ്കാരം. ഇസ്രായേലിനൊപ്പം ചേർന്ന് ഇറാനെ ആക്രമിക്കുമോ എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി നൽകാതെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഞാൻ ചിലപ്പോൾ ചെയ്യാതിരിക്കാം. ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ആർക്കും അറിയില്ലെന്ന് ട്രംപ് വൈറ്റ് ഹൗസിൽ വെച്ച് പറഞ്ഞു. എന്നാൽ മധ്യസ്ഥ ചർച്ചകൾക്കായി ഇറാൻ ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് അദ്ദേഹം സ്ഥിരീകരിച്ചു. ഇറാൻ വളരെയധികം പ്രശ്നത്തിലാണ്. അവർ ചർച്ച ആഗ്രഹിക്കുന്നു. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ 2 ആഴ്ച മുമ്പ് എന്നോട് സംസാരിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു. നിങ്ങൾക്ക് ഒരു രാജ്യമുണ്ടായിരുന്നേനെ എന്ന് ട്രംപ് പറഞ്ഞു. ചർച്ചയ്ക്കുള്ള സമയം വല്ലാതെ വൈകിപ്പോയെന്നും അടുത്തയാഴ്ച സംഭവബഹുലമായിരിക്കുമെന്നും ട്രംപ് പറഞ്ഞു. ഒരാഴ്ച മുമ്പത്തെ സാഹചര്യവും ഇപ്പോഴത്തേതും തമ്മിൽ വ്യത്യാസമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇറാന് വ്യോമ പ്രതിരോധ സംവിധാനം ഇല്ലെന്നും അവർ പൂർണ്ണമായും പ്രതിരോധരഹിതരാണെന്നും US പ്രസിഡന്റ് പറഞ്ഞു. ഇറാന്റെ വ്യോമ മേഖലയിൽ ഇസ്രായേൽ ആധിപത്യം അവകാശപ്പെടുകയും ആണവ സൈനിക കേന്ദ്രങ്ങൾ ലാക്കാക്കി ആക്രമണം അഴിച്ചുവിടുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ചർച്ചകൾക്കായി മുറവിളി ഉയരുന്നത്. ആദ്യഘട്ടത്തിൽ ഇസ്രായേൽ ആക്രമണങ്ങളോട് അകലം പാലിച്ച ട്രംപ് പിന്നീട് ഭീഷണിയുടെ ഭാഷ പ്രയോഗിച്ച് ഇറാനെ വഴിക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയായിരുന്നു. എന്തായാലും ഇറാൻ അടക്കം ലോകത്തെ മുഴുവൻ താൻ എന്താണ് ചിന്തിക്കുന്നതെന്ന് വെളിപ്പെടുത്താതെ സസ്പെൻസിൽ നിർത്തുകയാണ് US പ്രസിഡന്റ്. അതേസമയം ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ ഭൂഗർഭ ബങ്കറിൽ ഒളിച്ചിരിക്കുന്ന ആയത്തുള്ള അലി ഖമേനിയെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ പുതിയ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടു. ടെഹ്റാന്റെ വടക്കുകിഴക്കൻ മേഖലയിലെ ലെവിസനിൽ നിരവധി സ്ഫോടന ശബ്ദങ്ങൾ കേട്ടു. ഇവിടെയാണ് ഖമേനി ഭൂഗർഭ ബങ്കറിൽ ഒളിച്ചിരിക്കുന്നതെന്നാണ് സൂചന. ഇറാന്റെ ആഭ്യന്തര സുരക്ഷാ ആസ്ഥാനം തകർത്തതായും റിപ്പോർട്ടുണ്ട്. നേരത്തെ അമേരിക്കയുടെ അന്ത്യശാസനത്തിന് വഴങ്ങില്ലെന്നും ഒരിക്കലും ആയുധം വെച്ച് കീഴടങ്ങില്ലെന്നും ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി വ്യക്തമാക്കിയിരുന്നു. യുദ്ധം 6ാം ദിവസത്തിലേക്ക് കടന്നപ്പോഴാണ് നിരുപാധികമായി കീഴടങ്ങണമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ശാസന ഖമേനി തള്ളിയത്. രഹസ്യ കേന്ദ്രത്തിൽ നിന്ന് രാജ്യത്തോടുള്ള ഖമേനിയുടെ അഭിസംബോധന ടെലിവിഷൻ അവതാരകൻ വായിക്കുകയായിരുന്നു. ട്രംപിന്റെ ചൊവ്വാഴ്ചത്തെ ഭീഷണിക്കുള്ള മറുപടിയും ഖമേനിയുടെ വാക്കുകളിലുണ്ട്. ഇറാനെയും ഈ രാജ്യത്തെയും അതിന്റെ ചരിത്രത്തെയും അറിയാവുന്ന ബുദ്ധിയുള്ള മനുഷ്യരാരും ഈ ഭീഷണിയുടെ ഭാഷ സംസാരിക്കില്ല. ഏതു തരത്തിലുള്ള അമേരിക്കയുടെ സൈനിക ഇടപെടലും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. അടിച്ചേൽപ്പിക്കുന്ന യുദ്ധമോ സമാധാനമോ സ്വീകാര്യമല്ല. ആക്രമണം അഴിച്ചുവിട്ട ഇസ്രായേൽ വലിയ അബദ്ധമാണ് കാട്ടിയത്. അവരെ ശിക്ഷിക്കുമെന്ന് ഞാൻ ഉറപ്പ് നൽകുന്നുവെന്നായിരുന്നു ഖമേനി പറഞ്ഞത്. അതേസമയം ഇറാനിലെ 40 കേന്ദ്രങ്ങളിൽ ബുധനാഴ്ച വ്യോമാക്രമണം നടത്തിയത് ഇസ്രായേൽ സേന അറിയിച്ചിട്ടുണ്ട്. പടിഞ്ഞാറൻ ഇറാനിലെ സൈനിക കേന്ദ്രങ്ങളാണ് വ്യോമസേന പോർ വിമാനങ്ങൾ ലക്ഷ്യമിട്ടത്. ഏകദേശം 25ഓളം പോർ വിമാനങ്ങൾ 40ലേറെ മിസൈൽ കേന്ദ്രങ്ങളെ ആക്രമിച്ചു. അതിനിടെ ഇറാനിലെ ആണവ പദ്ധതിക്കുള്ള 2 സെൻട്രിഫ്യൂജ് ഉൽപ്പാദന കേന്ദ്രങ്ങൾ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ തകർന്നതായി രാജ്യാന്തര ആണവോർജ്ജ ഏജൻസി അറിയിച്ചു. കരാച്ചിലെ ഒരു വർക്ക്ഷോപ്പും ടെഹ്റാൻ ഗവേഷണ കേന്ദ്രവുമാണ് ആക്രമിക്കപ്പെട്ടത്. ഈ 2 കേന്ദ്രങ്ങളും IAEA നിരീക്ഷണത്തിലായിരുന്നു. എന്നാൽ രാജ്യത്തെ ആണവ കേന്ദ്രങ്ങൾ ഭദ്രമായിരിക്കുമെന്നാണ് ഇറാൻ ആണവ മേധാവി മുഹമ്മദ് ഇസ്ലാമി അവകാശപ്പെട്ടത്. ഇറാൻ ഇസ്രായേൽ സംഘർഷം തുടരുന്നതിനിടെ ചൈനയും അവസരം കാത്തിരിക്കുകയാണോ എന്ന സംശയം ഇതിനിടയിൽ ബലപ്പെടുന്നുണ്ട്. നിലവിൽ സംഘർഷം ഒഴിവാക്കാൻ നിർദ്ദേശം മുന്നോട്ട് വെച്ച ചൈന ഇറാൻ ആയുധങ്ങൾ എത്തിച്ചു നൽകിയോ എന്ന സംശയം ബലപ്പെട്ടിട്ടുണ്ട്. ചൈനയിൽ നിന്ന് 3 കാർഗോ വിമാനങ്ങൾ തുടർച്ചയായി ഇറാനിലേക്ക് എത്തിയെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇസ്രായേലുമായുള്ള സംഘർഷം കാരണം ഇറാന്റെ വ്യോമാതിർത്തി ഔദ്യോഗികമായി അടച്ചിരിക്കുന്നതിനാൽ ചൈനീസ് കാർഗോ വിമാനങ്ങൾ ഇറാനിൽ ദുരൂഹ സാഹചര്യത്തിൽ ഇറങ്ങിയതായിട്ടാണ് റിപ്പോർട്ട്. ഇറാനിയൻ വ്യോമാതിർത്തിയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് വിമാനങ്ങൾ അവയുടെ ട്രാൻസ്പോണ്ടറുകൾ ഓഫാക്കിയതും ഇത് റഡാറുകൾക്കും വാണിജ്യ ട്രാക്കിംഗ് സംവിധാനങ്ങൾക്ക് അദൃശ്യമായതായും ആരോപിക്കപ്പെടുന്നു. സൈനിക സാമഗ്രികൾ എത്തിക്കുന്നതിനുള്ള ഒരു രഹസ്യ ദൗത്യമാണിതെന്നാണ് കരുതപ്പെടുന്നത്.